2018 മോഡൽ ബലേനോ ആൽഫ വേരിയൻ്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. നിലവിൽ 58,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. ഡീസൽ വണ്ടിയാണ്. 2011 ലാസ്റ്റ് ഇനോവ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. വണ്ടി വണ്ടിയാണ്. പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2021 മോഡൽ ടാറ്റയുടെ നെക്സോൺ ആണ്. പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 2014 മോഡൽ ടൊയോട്ടയുടെ എത്തിയോസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നൊരു വണ്ടിയാണ്. നിലവിൽ 68,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2012 മോഡൽ ഇനോവ ഡീസലാണ് വരുന്നത്. 1,33,000 കിലോമീറ്ററാണ് നിലവിൽ ഇത് റൺ ചെയ്തിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് ചാക്കൈ ബൈപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കാർ ലിങ്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകളാണ് കിടക്കുന്നത്. 2012 മുതൽ നോക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല കാറുകൾ കിടപ്പുണ്ട്. അധികം ഓടാത്ത കാറുകൾ കിടപ്പുണ്ട്. അത് 2012 അല്ല, അതല്ലാതുള്ള നല്ല കാറുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓണർ വണ്ടികളും അധികം ഓടാത്ത വണ്ടികളും എന്നാൽ ഇത്തിരി പൈസ ആവുന്ന വണ്ടികളും എന്നാൽ 2012 തൊട്ടുള്ള ഇച്ചിരി പൈസ കുറഞ്ഞ വണ്ടികളും ഒക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇത് 2014 മോഡൽ ഓൾട്ടോ 800 LXi ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. 42,000 കിലോമീറ്ററാണ് റണ്ണിങ് ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,60,000 രൂപയാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ആക്സിഡന്റ് കേസോ റീപ്ലേസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് കേസോ റീപ്ലേസ്മെന്റ്സോ റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ടയറൊക്കെ അത്യാവശ്യം ആവറേജ് കണ്ടീഷനിലാണുള്ളത്. എത്ര ചോദിക്കുന്നത്? 2,60,000 ആണ്. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നെഗോഷ്യബിൾ ആണ് റേറ്റ്. 2013 മോഡൽ മാരുതി റിസ് 78,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. പെട്രോൾ ആണ്. ZXi വേരിയൻ്റ് ആണ് വരുന്നത്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? ടയർ കണ്ടീഷനൊക്കെ ആവറേജ് കണ്ടീഷനാണ്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. അല്ല. എത്ര ചോദിക്കുന്നത്? ഇതാകുമ്പോഴത്തേക്ക് 2,75 ആണ്. നെഗോഷ്യബിൾ ആണ്. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ലോൺ സൗകര്യം കിട്ടുമോ? ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇറക്കാൻ പറ്റും? നമുക്കൊരു 70 രൂപ ബഡ്ജറ്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഒരു 5 വർഷം ലോൺ കിട്ടുമോ? 5 വർഷം കിട്ടത്തില്ല. മാക്സിമം നമുക്കൊരു 3 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും. 2013 മോഡൽ ഇയോൺ എറ പ്ലസ് ആണ്. തേർഡ് ഓണർ ആണ് വരുന്നത്. 68,000 കിലോമീറ്റർ ആണ് റണ്ണിങ് ആയിട്ടുള്ളത്. തേർഡ് ഓണർ അല്ലേ? തേർഡ് ഓണർ ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഒക്കെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അതായത് ഒരു 15-16 ആ റേഞ്ച് വരും. ആ റേഞ്ചിൽ കിട്ടും. ടയർ കണ്ടീഷനൊക്കെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2,35 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 2017 മോഡൽ ഇയോൺ പെട്രോൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല കണ്ടീഷണലായിട്ടുള്ള ഒരു വണ്ടിയാണ്. 38,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് ഒന്നും വരുന്നില്ല. ഒരു 70% നമുക്ക് ടയർ കണ്ടീഷനാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2,95 ആണ്. ഒരു 50,000 രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട് ടയർ ഒക്കെ കുറച്ചുണ്ട്, പക്ഷെ ബാക്ക് ഒരു 50% കാണത്തുള്ളൂ. 2013 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ തേർഡ് ഓണർഷിപ്പാണ് വരുന്നത്. 93,000 കിലോമീറ്റർ ആണ് റണ്ണിങ് ആയിട്ടുള്ളത്. 93 ഡീസലാണ്. സിംഗിൾ ഓണർ അല്ലേ? തേർഡ് ഓണർ ആണ്. തേർഡ് ഓണർഷിപ്പാണ്. ഡീസൽ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. അലോയ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. എത്ര ചോദ്യം? ഇത് 360 ആണ്. നെഗോഷ്യബിൾ ആണ് റേറ്റ്. 360. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ടയറുണ്ട്. 70% ടയറും ഉണ്ട്. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? 2013 മോഡൽ നിസാൻ സണ്ണി സെക്കൻഡ് ഓണറാണ് വരുന്നത്.
73,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. 2013 മോഡല് ഡീസലാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയല്ലേ? കിലോമീറ്റർ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ആണ്. മൊത്തം സർവീസ് ചെയ്തിട്ടേക്കാണോ വണ്ടി? വണ്ടി സർവീസ് ചെയ്ത വണ്ടിയാണ്. ടയറൊക്കെ ഗുഡ് കണ്ടീഷൻ ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് 360 നമ്മൾ ചോദിക്കുന്നത്. 2013 മോഡലാണ്. ഇത് പെട്രോൾ അല്ലേ? ഡീസൽ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത്യാവശ്യം നമുക്ക് 24 വരെ നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. എത്ര മൈലേജ് ഉണ്ട്? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. 2014 മോഡൽ എക്കോ സ്പോർട്ട് സിംഗിൾ ഓണറാണ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. 92,000 കിലോമീറ്റർ ആണ് നിലവിൽ റൺ ചെയ്തേക്കുന്നത്. ബേസ് മോഡലാണ് വരുന്നത്. ബേസ് ആണല്ലേ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ആക്സിഡന്റ് കേസ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. ഇത് ഡീസൽ അല്ലേ? ഡീസലാണ്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു 20-22 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. റേഞ്ചിനുണ്ട്. ടയറൊക്കെ ഗുഡ് കണ്ടീഷൻ ആയിട്ടുള്ള ടയറാണ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് എങ്ങനെയാ? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 1 lakh അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ബാക്കി ഫിനാൻസിന് ചെയ്യാൻ പറ്റും. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 5.4 ആണ്. 5.4. 5 വർഷം വരെ ലോൺ കിട്ടുമോ? 5 വർഷം കിട്ടില്ല, ഒരു മാക്സിമം ഒരു 4 വർഷം. 4 വർഷം. 2021 മോഡൽ ടാറ്റയുടെ നെക്സോൺ ആണ്. പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. നിലവിൽ 26,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. ടോപ്പിന്റെ മോഡലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടോപ്പിന്റെ മോഡലാണ്. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 9.4 ആണ്. 9.4. ടയർ കണ്ടീഷൻ ഒക്കെ ഈ 21 ഓടിയത് തന്നെയല്ലേ? 26,000 കിലോമീറ്റർ ആണ്. ഇതാകുമ്പോൾ നമുക്ക് മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫുൾ പേയ്മെന്റ് കിട്ടുമോ? അല്ല ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ ഇല്ല. ഡൗൺ പേയ്മെന്റ് എങ്ങനെയാണ്? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 1 lakh ഡൗൺ അടച്ചാൽ നമുക്ക് ബാക്കി ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 5 വർഷത്തേക്ക് ഫിനാൻസ് സൗകര്യമുണ്ട്. ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? 15-16 വരെ നമുക്ക് മൈലേജ് കിട്ടും. ടാറ്റയുടെ നെക്സോൺ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. നിലവിൽ 53,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിരിക്കുന്നത്. ഇത് ടോപ്പിന്റെ വേരിയന്റ് ആണോ അതോ XM ആണ്? XM വേരിയന്റ് ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് 790 ആണ്. 790. എത്ര? ഇതും 1 ലക്ഷം ആ റേറ്റ് ആണോ തുടക്കം ഇടണ്ടേ? ഒരു 1 lakh അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞേ? 53,000 കിലോമീറ്റർ. അപ്പോൾ ടയർ മാറിയല്ലേ? ആ ടയർ തന്നെയാണോ കിടക്കുന്നത്? ആ ടയർ തന്നെയാണ് കിടക്കുന്നത്. ഫസ്റ്റ് ടയർ തന്നെയാണ് അല്ലേ? വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. 2016 മോഡൽ മാരുതി എർട്ടിഗ ZDI വേരിയന്റ് ആണ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ് വരുന്നത്. നിലവിൽ 74,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. എത്ര ചോദിക്കുന്നത്? 790 ആണ് റേറ്റ് വരുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. 790. എത്ര? 790. ടയർ കണ്ടീഷൻ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനായിട്ടുള്ള ടയറാണ് വരുന്നത്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഡീസലാണ്. ഒരു 22 പുറത്തോട്ട് നമുക്ക് മൈലേജ് കിട്ടും. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. 2014 മോഡൽ ഡിസയർ ആണ്. സെക്കൻഡ് ഓണറാണ് വരുന്നത്. നിലവിൽ 91,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. ഡിസയർ VXI വേരിയൻ്റ് ആണ്. അത്യാവശ്യം ഒരു 16-17 വരെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഏത് വർഷമായിരുന്നു? 2014 മോഡൽ VXI. ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ടുള്ള ടയറാണ്. ഇതിലും നമുക്ക് മാക്സിമം ലോണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? റേറ്റ് വരുന്നത് 4.5 ആണ്. 4.5. 2014 അല്ലേ? 2014 മോഡൽ. സെക്കൻഡ് ഓണർ 91,000 കിലോമീറ്റർ ആണ്. പ്രത്യേകിച്ച് അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. കമ്പനി സർവീസ് ആണ്.
ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 2018 മോഡൽ ബലേനോ ആൽഫ വേരിയൻ്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. നിലവിൽ 58,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. ഡീസൽ വണ്ടിയാണ്. ഏതാ വേരിയൻ്റ്? ഏതാ? ടോപ്പിൻ്റെ മോഡലാണ്. ഓക്കെ. മാനുവൽ ആണല്ലേ? മാനുവലാണ്. എത്ര ചോദിക്കുന്നത്? റേറ്റ് വരുന്നത് 680 ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഫുൾ കമ്പനി സർവീസാണ്. റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. ടയർ കണ്ടീഷനോ? ടയർ കണ്ടീഷൻ ഗുഡ് കണ്ടീഷനാണ് വരുന്നത്. അലോയ് വീലാണ് വരുന്നത്. കിലോമീറ്റർ എത്രയായിരുന്നു? 58,000 കിലോമീറ്റർ. ടയർ മാറിയതാ അപ്പം അല്ലേ? സെക്കൻഡ് ടയർ ഇട്ടേക്കാം. മാറിയിട്ടുണ്ട്. എത്ര ചോദ്യം? 680. 680. 2012 മോഡൽ ഇനോവ ഡീസലാണ് വരുന്നത്. 1,33,000 കിലോമീറ്ററാണ് നിലവിലിത് റൺ ചെയ്തിട്ടുള്ളത്. കമ്പനി സർവീസാണ്. റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെയാണോ? ഒറിജിനൽ കേരളയാണ്. എത്ര ചോദ്യം? 875 ആണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഏത് വർഷമായിരുന്നു? 2012 മോഡൽ. 12. 7 സീറ്റർ ആണ്. ഇതിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയതാണോ? ചേഞ്ച് ചെയ്തതാണോ? എന്ന് പറഞ്ഞാൽ ഡീസൽ അല്ലേ? 1 ലക്ഷം കഴിഞ്ഞല്ലോ. ഇപ്പോൾ 1,33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടൈമിംഗ് ചേഞ്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വേറെ റീപ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ല. 2011 ലാസ്റ്റ് ഇനോവ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. വണ്ടി വണ്ടിയാണ്. വണ്ടിയാണോ? പഞ്ചാബ് രജിസ്ട്രേഷനാണ് വരുന്നത്. 2,22,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 2 ലക്ഷം ഓടിയിട്ടുണ്ടെങ്കിലും വണ്ടി നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് ഉള്ളത്. അല്ല, ഈ ആക്സിഡന്റ് കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ അറിയോ? അപ്പം ഇപ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഈ ടയർ എല്ലാം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിട്ട് തന്നെയാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. ടയറൊക്കെ ഗുഡ് കണ്ടീഷനാണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ 675 ആണ് കേരള രജിസ്ട്രേഷൻ ചെയ്ത് അവരുടെ പേരിൽ കൊടുക്കുന്നത് 675. 675. ഇതിന് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലയോ? നമുക്ക് വണ്ടി നമ്മൾ ഫിനാൻസ് നമ്മൾ കേരള ആക്കിയതിന് ശേഷം നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തന്നെ. അപ്പോൾ എടുക്കുമ്പോൾ കേരളയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലോൺ സൗകര്യം കിട്ടത്തില്ലേ? കിട്ടുമല്ലോ. 2014 മോഡൽ ടൊയോട്ടയുടെ എത്തിയോസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നൊരു വണ്ടിയാണ്. നിലവിൽ 68,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എങ്ങനെ കിലോമീറ്റർ എത്ര? 68,000 കിലോമീറ്റർ മാത്രമാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് നമുക്കൊരു 16-17 വരെ മൈലേജ് കിട്ടും. എത്ര ചോദിക്കുന്നത്? ഇപ്പം നമ്മൾ ചോദിക്കുന്നത് 360 ആണ്. എത്ര? 360. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്, കുഴപ്പമില്ല. 2013 മോഡൽ സ്വിഫ്റ്റ് VDI സെക്കൻഡ് ഓണറാണ് വരുന്നത്. 1,44,000 കിലോമീറ്ററാണ് നിലവിലിത് ഓടിയിട്ടുള്ളത്. 1 ലക്ഷം കഴിഞ്ഞ് 1.5 ലക്ഷം ആവുന്നില്ലേ? ഈ സിംഗിൾ ഓണറല്ലേ? സെക്കൻഡ് ഓണറാണ് വരുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. കാര്യങ്ങൾ ഇത്തിരി കീറിയിരിപ്പുണ്ടല്ലോ. നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കൂ. നമുക്കിപ്പോൾ വന്ന് വണ്ടി നോക്കിയതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ആ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വരുന്ന പേയ്മെന്റ് എത്രയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ടില്ലേ? ഈ ടയർ കണ്ടീഷനൊക്കെ ഇപ്പോൾ ഫുൾ കമ്പനി സർവീസ് ആണ് വരുന്നത്. നല്ല ടയേഴ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 3,50,000 ആണ്. നമുക്ക് ഫിനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ? നെഗോഷ്യബിൾ ആണ്. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഇത് 2008 മോഡൽ ഹോണ്ടയുടെ അക്കോർഡ് ആണ്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് 4th ഓണർഷിപ്പാണ് വരുന്നത്. 4th. പെട്രോൾ ആണ്. അപ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് അക്കോർഡിൽ നിന്ന് കിട്ടും. 88,000 കിലോമീറ്ററാണ് നിലവിൽ ഇത് റൺ ചെയ്തിരിക്കുന്നത്. റീപ്ലേസ്മെന്റ്സ് ഒന്നും വരുന്നില്ല. ടയറൊക്കെ ആവറേജ് കണ്ടീഷനാണ്. 2008 മോഡലല്ലേ?
അപ്പോൾ ഇത് ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല? ഇതിന് നമുക്ക് ലോൺ കിട്ടത്തില്ല. എത്ര ചോദിക്കുന്നത്? 360. ഫുൾ പേയ്മെൻറ്റ് ചെയ്യണം? ഫുൾ പേയ്മെൻറ്റ് ചെയ്യണം. നെഗോഷ്യബിൾ ആണ്, നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാലും 3 ലക്ഷവും 3.5 ലക്ഷമൊക്കെ ഒറ്റയടി എടുക്കാൻ പറയുമ്പോഴേ അത് ടൈറ്റ് അല്ലേ? അത്യാവശ്യം പെയിന്റിങ് പണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ചെറിയ സ്ക്രാച്ചിന്റെ പരിപാടികളുണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വണ്ടി ഫുൾ കണ്ടീഷനാണ്. അപ്പം നിങ്ങൾക്കുള്ള വണ്ടികൾ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം കുറഞ്ഞതും കൂടിയതും കേരളയും അല്ലാത്തയൊക്കെ ആയിട്ടുള്ള വണ്ടികളുണ്ടായിരുന്നു. ഇനിയും അത്യാവശ്യം വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ അവർ നല്ല തിരക്കുണ്ട്, കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ളത് കൊണ്ട് മൊത്തം വണ്ടി എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ വണ്ടികൾ ഫുള്ളെടുത്ത് കാണിക്കണം, എല്ലാ വണ്ടികളും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ SUV വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വന്ന് നിന്ന് പറഞ്ഞു തരാൻ ആളില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അഥവാ നിങ്ങൾക്ക് ഇവിടുത്തെ വണ്ടികളുടെ SUV വണ്ടികളുടെയും പ്രീമിയം വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ എടുത്തു തന്ന വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകരിച്ചാണോ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.